ട്രേഡേഴ്സ് മാർക്കറ്റ് ഓപ്പൺ ആയിട്ട് ജസ്റ്റ് ഒരു എൻട്രി ലെവൽ ഞാനിവിടെ കാണുന്നുണ്ട്. നമുക്ക് ഈ ഒരു പോർഷനിൽ റിജക്ഷൻ വരുവാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, നമുക്കിവിടെ മാർക്കറ്റിൽ എൻട്രി എടുക്കാം. ഈ രണ്ട് പോർഷനിൽ എവിടെ വേണമെങ്കിലും നമുക്ക് എൻട്രി എടുക്കാവുന്നതാണ്. ഞാൻ ജസ്റ്റ് നമ്മുടെ എൻട്രി എടുത്തിട്ടുണ്ട്, 70 ക്വാണ്ടിറ്റി എൻട്രി എടുത്തിട്ടുള്ളൂ. കാരണം കഴിഞ്ഞ ആഴ്ച ഫുള്ള് ഞാൻ മാർക്കറ്റിൽ ഒരു സൈഡ് വൈസ് മാർക്കറ്റിൽ ട്രേഡ് ചെയ്തവർക്ക് അറിയാം, കംപ്ലീറ്റ്ലി ഒരു സൈഡ് വൈസ് മാർക്കറ്റായിരുന്നു. അപ്പോൾ അതിൻ്റെ അകത്ത് കൂടുതലും ലോസാണ് ഞാൻ ബുക്ക് ചെയ്തത്. അതുകൊണ്ടാണ് ഞാൻ വീഡിയോസ് ഇടാൻ, വെറുതെ ലോസ് മേക്കിംഗ് വീഡിയോസ് ഇട്ടുകൊണ്ട് കാര്യമില്ലല്ലോ. കഴിഞ്ഞ ആഴ്ച മാത്രമല്ല, അതിനൊരു 2-3 ദിവസം മുന്നേ തുടങ്ങിയതാണ് ഈ ഒരു സൈഡ് വൈസ് മാർക്കറ്റ്. അപ്പോൾ അങ്ങനെയുള്ളൊരു മാർക്കറ്റിൽ വെറുതെ ലോസ് മേക്കിംഗ് വീഡിയോസ് ഇട്ടുകൊണ്ട് കാര്യമില്ല, ഒരു അർത്ഥമില്ല. അതുകൊണ്ടാണ് ഞാൻ വീഡിയോസ് ഇടാതിരുന്നത്, അല്ലാതെ ട്രേഡ് എടുക്കാഞ്ഞിട്ടല്ല. ട്രേഡ് എടുക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ജസ്റ്റ് ഒരു പാറ്റേണിൻ്റെ ഫോർമേഷനിലാണ് ഞാൻ ഈ ഒരു ട്രേഡിൽ എൻട്രി എടുത്തേക്കുന്നത്. അപ്പോൾ ഇന്നൊരു ഫ്രഷ് ഡേ ആണ്, മൺഡേ ആണ്, നല്ലൊരു സ്റ്റാർട്ടപ്പാണെന്ന് വിചാരിക്കുന്നു. ക്വാണ്ടിറ്റി കുറയ്ക്കാനുള്ള കാര്യവും ഇന്നിപ്പോൾ സൈഡ് വൈസ് മാർക്കറ്റ് ആണെന്നുണ്ടെങ്കിൽ ചെറിയൊരു ലോസ് വല്ലതും കൊടുത്ത് മാർക്കറ്റിൽ നിന്ന് ഇറങ്ങാമെന്നാണ്. അപ്പോൾ സൈഡ് വൈസ് മാർക്കറ്റ് അറിയാമല്ലോ, ആസ് എൻ ഓപ്ഷൻ ബയ്യർ, നമ്മളൊരു ഓപ്ഷൻ ബയ്യർ ആകുന്നിടത്തോളം കാലം നമുക്ക് സൈഡ് വൈസ് മാർക്കറ്റ് ഭയങ്കര ട്രബിളാണ്. അല്ലെങ്കിൽ നമുക്ക് പറ്റിയൊരു മാർക്കറ്റല്ല. നമുക്ക് മൊമെൻറ്റം കിട്ടിയില്ലെങ്കിൽ നമുക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ സാധിക്കുന്നതല്ല. ഏതായാലും നമ്മളുടെ ടാർഗറ്റും സ്റ്റോപ്പ് ലോസും കൂടെ ഒന്ന് പ്ലേസ് ചെയ്യാം. നമുക്ക് ജസ്റ്റ് ഒരു 70 ഒരു പ്രോപ്പർലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു 78 പോയിൻറ്റ്സിൻ്റെ ഒരു സ്റ്റോപ്പ് ലോസ് ആണ് ഈ ഒരു ഏരിയയിൽ വെച്ചാൽ ക്വൈറ്റ് ഗുഡായിരിക്കും എന്ന് തോന്നുന്നു. ഓക്കെ, എനിവൈസ് നമ്മൾ ട്രേഡ് എടുത്തു കഴിഞ്ഞ ഉടനെ മാർക്കറ്റ് നമുക്ക് എഗ്നിസ്റ്റായിട്ട് നല്ലൊരു റെഡിഷ് ക്യാൻഡിൽ ഫോം ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതല്ല, തിരിച്ചാണ് മാർക്കറ്റ് നമുക്ക് എഗ്നിസ്റ്റായിട്ടാണ് മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളുടെ സ്റ്റോപ്പ് ലോസ് കൊടുത്ത് ഇവിടുന്ന് ഇറങ്ങാവുന്നതാണ്. ഇവിടെ ഈ ഒരു ഡബിൾ ബോട്ടത്തിൻ്റെ ഫോർമേഷന് ശേഷം ഇവിടെ ഒരു റീടെസ്റ്റ് വന്ന് റിജക്ഷൻ കാണിക്കാൻ തുടങ്ങിയപ്പോഴാണ് മേലിലേക്ക് പോകുന്നുള്ള ഇതിൽ നമ്മളുടെ ട്രേഡിൽ ഞാൻ എൻട്രി എടുത്ത് ജസ്റ്റ് സാധാ വയ്ക്കുന്ന പോലെ തന്നെ ഒരു ടാർഗറ്റും ഒരു സ്റ്റോപ്പ് ലോസും തന്നെയാണ് വച്ചിരിക്കുന്നത്. ഇന്നിപ്പം സൈഡ് വൈസ് മാർക്കറ്റ് അല്ലായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, അല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇതിപ്പോൾ സൈഡ് വൈസ് ആണെങ്കിലും അല്ലെങ്കിലും ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യും. കാരണം ഇത്രയും ദിവസമായിട്ട് ഒരുപാട് പേര് ഇൻസ്റ്റയിലൊക്കെ മെസ്സേജ് ചെയ്യുന്നുണ്ട്, എന്താ വീഡിയോസ് ഇടാത്തത് എന്നൊക്കെ ചോദിച്ചിട്ട്. അതിൻ്റെ പ്രോപ്പർ റീസൺ ഞാൻ എല്ലായിടത്തും പറഞ്ഞിരുന്നു. ചോദിക്കുന്നവർക്ക് ഞാൻ സ്ക്രീൻഷോട്ട്, അന്നത്തെ ട്രേഡിൻ്റെ സ്ക്രീൻഷോട്ടും ഞാൻ അവർക്ക് ഷെയർ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. CPR നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമ്മളുടെ ടാർഗറ്റ് ഏരിയ എന്ന് പറയുന്ന ഒരു R1ൻ്റെ റെസിസ്റ്റൻസ് ഏരിയ കൂടെയാണ്. ജസ്റ്റ് അതിന് തൊട്ട് മുന്നേ ആണ്. ഓക്കെ, കുഴപ്പമില്ല. ഏകദേശം നമ്മളുടെ R1നെ ക്രോസ് ചെയ്ത്, R2 റെസിസ്റ്റൻസ് ഏരിയ ആണ് നമ്മളുടെ ടാർഗറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു R1നെ ബ്രേക്ക് ചെയ്ത് മേലിലേക്ക് പോകുന്നതുകൊണ്ട് ഒരുപാട് പേര് ഇവിടെ ബൈ എൻട്രി എടുക്കാനുമുള്ള ചാൻസസ് ഉണ്ട്. അത് മാത്രമേ ഒരു കുഴപ്പമുള്ളൂ. സൈഡ് വൈസ് ആവാതിരുന്നാൽ മതിയായിരുന്നു. ടാർഗറ്റ് ആയാലും കുഴപ്പമില്ല, സ്റ്റോപ്പ് ലോസ് ആയാലും കുഴപ്പമില്ല. പെട്ടെന്ന് അടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏതെങ്കിലും അടുത്തൊരു ട്രേഡിങ്ങോ അല്ലെങ്കിൽ അടുത്തൊരു ട്രേഡ് ഓപ്പർച്യൂണിറ്റിയോ നമുക്ക് കണ്ടുപിടിക്കാവുന്നതാണ്. പക്ഷേ അതല്ലാതെ ഇങ്ങനെ ഫുൾ ടൈം സൈഡ് വൈസ് ആയിരുന്നാൽ മാത്രം നമ്മൾ പെട്ടുപോകത്തുള്ളൂ. ഏതായാലും നോക്കാം. രാവിലെ തുടങ്ങിയിട്ട് ഇതുവരെ മാർക്കറ്റ് സൈഡ് വൈസ് ആണ്. ജസ്റ്റ് ലോയെ ബ്രേക്ക് ചെയ്തു, പിന്നെ മേലിലേക്ക് വരാൻ തുടങ്ങിയിട്ട് നോക്കാം. ഏതായാലും നമുക്കൊന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം. ട്രേഡേഴ്സ് എങ്ങനെയാണ് മാർക്കറ്റിൻ്റെ റിയാക്ഷൻ നോക്കിയിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം.
ട്രേഡേഴ്സ് മാർക്കറ്റ് ചെറുതായിട്ട് നമ്മളുടെ ഫേവറിൽ മൂവ് ചെയ്യുന്നുണ്ട്. നമുക്ക് പ്രീമിയത്തിൻ്റെ ചാർട്ടിൽ നമുക്ക് നമ്മളുടെ ടാർഗറ്റും സ്റ്റോപ്പ് ലോസും കൂടെ ജസ്റ്റ് ഒന്ന് പ്ലോട്ട് ചെയ്ത് വയ്ക്കാം. അപ്പോൾ കുറച്ചും കൂടെ നിങ്ങൾക്ക് കുറച്ചും കൂടെ കാണുമ്പോൾ കുറച്ചും കൂടെ ക്ലിയർ ആയിരിക്കും. നമുക്ക് എൻട്രി കിട്ടിയത് 54,900ൻ്റെ കോൾ ഓപ്ഷനാണ് നമ്മൾ ബൈ ചെയ്ത് 70 ക്വാണ്ടിറ്റി. ബൈയിങ് ആണ് നമ്മളുടെ, അറിയാത്തവർക്ക് വേണ്ടി പറയുകയാണ്, ബൈയിങ് ആണ് ആ ബ്ലൂ ലൈൻ കൊണ്ട് ഇൻഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഇതാണ് നമ്മളുടെ ബൈയിങ് പ്രൈസ് എന്ന് പറയുന്നത്. നമ്മളുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് ജസ്റ്റ് ഇവിടെ നിന്ന് ഒരു 50 പോയിൻറ്റ്സും സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് താഴെ കൊടുത്തിരിക്കുന്ന ആ സ്റ്റോപ്പ് ലോസ് ഏരിയ ആണ്. നമ്മളുടെ ടാർഗറ്റ് എന്ന് പറയുമ്പം 46, 49, 50. ഓക്കെ, ഇതാണ് നമ്മളുടെ ടാർഗറ്റ് ഏരിയ എന്ന് പറയുന്നത് എക്സാക്ട്ലി. ഓക്കെ, നമ്മളുടെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് ഈ ഒരു താഴത്ത് നമ്മൾ സ്റ്റോപ്പ് ലോസ് അവിടെ കൊടുത്തേക്കണ കൊണ്ടാണ് ഇവിടെ ഇപ്പോൾ സ്റ്റോപ്പ് ലോസ് കാണിക്കുന്നത്. ജസ്റ്റ് അതൊക്കെ അറിയാൻ പാടാത്ത ആൾക്കാർ, ഇപ്പം ന്യൂ ആയിട്ട് നമ്മളുടെ കൂടെ കൂടിയിരിക്കുന്ന ആൾക്കാർക്ക് വേണ്ടി പറയുന്നതാണ് കേട്ടോ. ജസ്റ്റ് ഇപ്പം ഏതായാലും മാർക്കറ്റ് ജസ്റ്റ് നമ്മുടെ കോസ്റ്റിൽ തന്നെ എന്ന് പറയാം, കോസ്റ്റിൽ തന്നെ ഇപ്പോൾ റൺ ചെയ്യുന്നുണ്ട്. ടാർഗറ്റ് ആയാലും സ്റ്റോപ്പ് ലോസ് ആയാലും വേഗം ഒന്ന് അടിച്ചിരുന്നെങ്കിൽ ഒന്നിലേക്ക് അടുത്ത ട്രേഡ് നോക്കാം, ഇല്ലെങ്കിൽ സിസ്റ്റം ക്ലോസ് ചെയ്ത് പരിപാടി നടത്താമായിരുന്നു. സൈഡ് വൈസ് ആവാതിരുന്നാൽ മതിയായിരുന്നു. ഇന്നിപ്പോൾ രാവിലത്തെ മൊമെൻറ്റം ചെറിയൊരു അപ്സൈഡിന് ശേഷം ചെറിയൊരു അപ്സൈഡ് എന്ന് പോലും പറയാൻ പറ്റില്ല, കംപ്ലീറ്റ്ലി ഒരു സൈഡ് വൈസ് പോലെ തന്നെയാണ് ഇന്ന് ഇപ്പം മാർക്കറ്റ് ഇത്രയും നേരം കൊണ്ട് ബിഹേവ് ചെയ്യുന്നത്. ഏതായാലും നമുക്കൊന്ന് നോക്കാം ട്രേഡേഴ്സ്, നമുക്ക് നോക്കിയിട്ട് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം, എന്നിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ട്രേഡേഴ്സ് മാർക്കറ്റ് ഒരു 600നെ ക്രോസ് ചെയ്തിട്ടുണ്ട്. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് തോന്നുന്നു കുറേ നേരം സൈഡ് വൈസ് ആയിട്ട് ഇപ്പോൾ ചെറിയൊരു മൊമെൻറ്റം മേളിലേക്ക് കിട്ടുന്നുണ്ട്. നമുക്ക് ഫേവറായിട്ട് മാർക്കറ്റ് മൂവ് ചെയ്ത് ഒരു 2000ൻ്റെ അടുപ്പിച്ച് പ്രോഫിറ്റ് കാണിക്കുന്നുണ്ട്. നമുക്കൊരു കാര്യം ചെയ്യാം, നമ്മുടെ സ്റ്റോപ്പ് ലോസിനെ ഒന്ന് എഡിറ്റ് ചെയ്ത് ടാർഗറ്റിലേക്ക് വയ്ക്കാം. 623 ആണ് നമ്മളുടെ ടാർഗറ്റ് ഏരിയ. ഇപ്പോൾ ഒരു 2000+ ഒരു പ്രോഫിറ്റ് കാണിക്കുന്നുണ്ട്. ഏതായാലും നമ്മളുടെ സ്റ്റോപ്പ് ലോസിനെ നമുക്കൊന്ന് എഡിറ്റ് ചെയ്തേക്കാം. സ്റ്റോപ്പ് ലോസിനെ എഡിറ്റ് ചെയ്ത് നമ്മളുടെ ടാർഗറ്റ് ലിമിറ്റ് 623 ഫൈൻ. ഓക്കെ, 623 നമ്മുടെ ടാർഗറ്റിനെ ഞാൻ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഒരു 50 പോയിൻറ്റ്സിൻ്റെ ഒരു ടാർഗറ്റാണ്. ഇപ്പോൾ ഒരു 2000+ൻ്റെ 2200, 300+ൻ്റെ ഒരു പ്രോഫിറ്റ് റൺ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ മാർക്കറ്റ് എങ്ങനെ എന്നാൽ കൂടി കുറേ സമയമായി ഇപ്പം തന്നെ. ജസ്റ്റ് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, 10:42 എടുത്ത ട്രേഡാണ്. എനിവേയ്സ്, നമുക്ക് ഏതായാലും വെയിറ്റ് ചെയ്യാം. നമ്മളുടെ ടാർഗറ്റ് ഏതായാലും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അവിടെ നിന്ന് തിരിഞ്ഞ് വീണ്ടും നമ്മളുടെ കോസ്റ്റിലേക്ക് എത്തുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഞാൻ എൻ്റെ അകത്ത് സ്റ്റോപ്പ് ലോസിനെ ട്രെയിൽ ചെയ്യുന്നില്ല ട്രേഡേഴ്സ്. കാരണം വേറൊന്നുമല്ല, ഈ ഒരു സൈഡ് വൈസ് മാർക്കറ്റ് ചിലപ്പോൾ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തതിന് ശേഷമായിരിക്കും മാർക്കറ്റ് ഒരു അപ്സൈഡ് മൊമെൻറ്റം ചെയ്യുക. സോ അങ്ങനെ ചെയ്യുന്നതിൽ അർത്ഥമില്ല. അതുകൊണ്ട് ഇപ്പോൾ താഴത്തോട്ടാണ് വരുന്നതെന്നുണ്ടെങ്കിലും പ്രോപ്പർലി നമ്മളുടെ ഇപ്പോൾ പ്ലേസ് ചെയ്തിരിക്കുന്ന തന്നെ സ്റ്റോപ്പ് ലോസ് കൊടുത്ത് നമുക്ക് മാർക്കറ്റിൽ നിന്ന് ഇറങ്ങാം. ഇപ്പോൾ ഒരു ജസ്റ്റ് ഒരു ഫ്യൂ പോയിൻറ്റ്സ് അവേ ഫ്രം 2600, 2700 അടുപ്പിച്ച് പ്രോഫിറ്റ് കാണിക്കുന്നുണ്ട്. 615, 610, 615 വരെയൊക്കെ കാണിച്ചു. നമ്മളുടെ ഒരു ജസ്റ്റ് ഒരു ഫ്യൂ പോയിൻറ്റ്സ് അവേ ഫ്രം, കയ്യെത്തും ദൂരത്താണ്. അപ്പോൾ ഏതായാലും നോക്കാം ട്രേഡേഴ്സ്, നോക്കിയിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ പിന്നെ ഭയങ്കര ലെങ്തി വീഡിയോ ആയി പോകാം. വീണ്ടും നമ്മളുടെ കോസ്റ്റിൻ്റെ അടുത്തേക്ക് മാർക്കറ്റ് എത്തുന്നുണ്ട് ട്രേഡേഴ്സ്. നമുക്ക് നമ്മളുടെ സ്റ്റോപ്പ് ലോസിനെ ഒന്ന് എഡിറ്റ് ചെയ്ത് നമ്മളുടെ ടാർഗറ്റിനെ ഒന്ന് എഡിറ്റ് ചെയ്ത് വീണ്ടും സ്റ്റോപ്പ് ലോസിലേക്ക് ഒന്ന് പ്ലേസ് ചെയ്യാം. ഇതിപ്പോൾ ഒരുപാട് സമയമായി, എത്ര സമയമായി ഇപ്പോൾ ഇത്രയും നേരം ഇരിക്കുന്നു.
ഇങ്ങനെയാണ് ഇങ്ങനെയുള്ള മാർക്കറ്റിൽ വർക്ക് ചെയ്യാനേ നമുക്ക് പറ്റാത്തത്. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് വീഡിയോ ഒന്നും പോസ്റ്റ് ചെയ്യാനേ തോന്നില്ല. ഇതെന്ത് ആർക്കെങ്കിലും ഒരു ഉപകാരമുള്ളൊരു സ്റ്റേജാണോ? പിന്നെ ഇത്രയും ദിവസം ആയാലും വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടെന്ന് ഓർത്ത് ഞാനിത് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചാണ്. എനിവേയ്സ് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇനിയിപ്പോൾ ഞാനിത് ലെങ്തി ആക്കുന്നില്ല. ഇപ്പോൾ തന്നെ ഒരുപാട് സമയമായി. ഞാൻ കട്ട് ചെയ്തിട്ട് ഞാൻ പോസ്റ്റ് ചെയ്യാൻ ട്രേഡേഴ്സ് മാർക്കറ്റിൻ്റെ ക്ലോസിംഗ് വരെ ഞാൻ വെയിറ്റ് ചെയ്തു. ഒരു 3:25 ഞാൻ നമ്മളുടെ ട്രേഡിൽ നിന്ന് എക്സിറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു 800 രൂപയുടെ ഒരു ലോസാണ് ബുക്ക് ചെയ്തിരിക്കുന്നത്. സൈഡ് വൈസ് മാർക്കറ്റിൽ ശരിക്കും ഇതായിരുന്നു 10:42 അടുത്താണ്. 3:25 വരെ ഒരു ഓപ്ഷൻ ബയർ ഇതിൽ കൂടുതൽ ചാവാൻ വേറൊന്നും വേണ്ട. അപ്പോൾ ഇത്രയും നേരമാണ് നമ്മളുടെ ട്രേഡ്. ഇതായിരുന്നു നമ്മളുടെ എൻട്രി ക്യാൻഡിൽ. അത് കഴിഞ്ഞ് നിങ്ങൾ നോക്കൂ, ഓരോ ക്യാൻഡിലും 5 മിനിറ്റ് ക്യാൻഡിലാണ് നോക്കണം. നമ്മളുടെ ഫേവറായിട്ട് മാർക്കറ്റ് ഇവിടം വരെ ചെന്നായിരുന്നു, വീണ്ടും താഴ്ന്നത്, പിന്നെ ഫുൾ സൈഡ് വൈസ് മാർക്കറ്റായിരുന്നു. ഒരു രസവും ഇല്ലാത്തൊരു മാർക്കറ്റായിരുന്നു. ഓക്കെ, ഓപ്ഷൻ സെല്ലേഴ്സിനും വർക്ക് ചെയ്യണ്ടേ അല്ലേ? അതുകൊണ്ടായിരിക്കാം. അപ്പോൾ ഇന്നലത്തെ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ വീഡിയോസ് പോസ്റ്റ് ചെയ്യാതിരുന്നത് വേറെ ഒന്നും കൊണ്ടല്ലോ. അതെ, കഴിഞ്ഞ ദിവസത്തെ ലാസ്റ്റ് ട്രേഡ് ഞാൻ എടുത്തത് എനിക്ക് തോന്നുന്നു ഈ ഒരു ഏരിയയിലായിരുന്നു നമ്മളുടെ ട്രേഡിൽ ഞാൻ എൻട്രി ആയത്. ഒന്നില്ലേ ടാർഗറ്റ് കാരണം, അല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസ് കാരണം. അത് നമ്മൾ ട്രേഡ് എടുത്തു കഴിഞ്ഞ് ഒരു 11 ആ ഒരു സമയത്തിന് ശേഷമായിരുന്നു. ഫുൾ ടൈം മാർക്കറ്റ് സൈഡ് വൈസ് ആയിരുന്നു. ഇന്ന് പെട്ട പോലെ തന്നെ അന്നും പെട്ടു. പിന്നെ അന്ന് ഞാൻ പെട്ടെന്ന് എക്സിറ്റ് ചെയ്തായിരുന്നു. വെയിറ്റ് ചെയ്തിരുന്നില്ല, ഞാൻ സ്റ്റോപ്പ് ലോസിനെ ട്രെയിൽ ചെയ്തായിരുന്നു. അത് കഴിഞ്ഞ് അതിൻ്റെ പ്രീവിയസ് ഡേ എനിക്ക് സ്റ്റോപ്പ് ലോസാണ് ഹിറ്റായത്. അത് ഞാൻ പിന്നെ ജസ്റ്റ് ട്രേഡ് എടുത്ത് ഉടനെ തന്നെ മാർക്കറ്റ് ഇവിടുന്ന് റിവേഴ്സായി. ഞാൻ ഡൗൺ സൈഡ് ട്രേഡ് എടുത്തു, അവിടുന്ന് ഇമ്മീഡിയറ്റ്ലി മാർക്കറ്റ് റിവേഴ്സായി നമ്മളുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യുമായിരുന്നു. സോ അപ്പം ഒരു ലോജിക്ക് ഇല്ലായിരുന്നുകൊണ്ടും പെട്ടെന്ന് ട്രേഡ് അവസാനിപ്പിച്ചുകൊണ്ടും ഫുള്ളി സൈഡ് വൈസ് മാർക്കറ്റാണ്. നമുക്ക് ഒരു രസമില്ല ട്രേഡ് ചെയ്യാൻ. ഏതായാലും ഇന്നത്തെ ട്രേഡിൽ നമ്മൾ കോസ്റ്റിൽ തന്നെ എന്നുള്ള രീതിയിൽ എക്സിറ്റ് ചെയ്തിട്ടുണ്ട് ട്രേഡേഴ്സ്. ഇനി ഏതെങ്കിലും ട്രേഡ് എടുക്കുവാണെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം നാളെ.